നമസ്കാരം. റിപ്പോർട്ടർ ടിവിയുടെ സുരക്ഷാ ക്ലിയറൻസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കിയതോടെ ചാനലിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായി. 2020 അധ്യക്ഷൻ സാബു എം ജേക്കബ് നൽകിയ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതിയിലാണ് കേന്ദ്ര സർക്കാർ നിർണായക വിവരം അറിയിച്ചത്. ചാനലിന്റെ ഉടമസ്ഥാവകാശം കൈമാറിയതിൽ നിയമപരമായ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന ഗൗരവകരമായ കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. ഇതോടെ സാബു ജേക്കബുമായി കൊമ്പുകോർത്ത റിപ്പോർട്ടർ ടിവി മാനേജ്മെന്റ് വരും ദിവസങ്ങളിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് സൂചന. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൽ നിന്നും ഉടൻ തന്നെ ചാനലിന് വിശദീകരണം തേടിയുള്ള നോട്ടീസ് ലഭിക്കും. ഇതിനുശേഷം ലഭിക്കുന്ന മറുപടി തൃപ്തികരമല്ല എങ്കിൽ ചാനലിന്റെ സംപ്രേഷണം തന്നെ തടസ്സപ്പെട്ടേക്കാവുന്ന എട്ടിന്റെ പണിയാണ് വരാനിരിക്കുന്നത്. ചാനലിന്റെ ലൈസൻസ് കൈമാറുന്നതിൽ സുതാര്യതയില്ല എന്നും യഥാർത്ഥ ഉടമകൾ ആരാണെന്ന് വ്യക്തമല്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് സാബു എം ജേക്കബ് കോടതിയെ സമീപിച്ചത്. നിയമപ്രകാരം ഉടമസ്ഥാവകാശം മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ റിപ്പോർട്ടർ ടിവി ലംഘിച്ചുവെന്നും ആഭ്യന്തര മന്ത്രാലയം കോടതിയിൽ വാക്കാൽ വ്യക്തമാക്കി. ഉടമസ്ഥാവകാശം മാറിയതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക രേഖകൾ സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് സുരക്ഷാ ക്ലിയറൻസ് പിൻവലിക്കാൻ കേന്ദ്രം തീരുമാനിച്ചത്. ചാനലിന്റെ മുൻ ലൈസൻസിയായിരുന്ന MV നികേഷ് കുമാർ 2 മാസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ആഭ്യന്തര മന്ത്രാലയത്തിനും വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പിനും സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ രേഖകൾ പരിശോധിച്ച ശേഷം കേന്ദ്ര സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കാമെന്നും വ്യക്തമാക്കി ഹൈക്കോടതി ഈ കേസ് തീർപ്പാക്കിയെങ്കിലും ചാനലിന് മുകളിൽ തൂങ്ങി നിൽക്കുന്ന വാൾ ഇപ്പോഴും ഭീഷണിയായി തുടരുകയാണ്. സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാത്തൊരു സ്ഥാപനത്തിന് ഇന്ത്യയിൽ ഉപഗ്രഹ ചാനൽ പ്രവർത്തിപ്പിക്കാൻ നിയമപരമായി സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും റിപ്പോർട്ടർ ടിവിയുടെ നിലനിൽപ്പ്. ചാനലിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കം കോടതിയിലെത്തിയതും കേന്ദ്രം കർശന നിലപാട് സ്വീകരിച്ചതും ചാനൽ ജീവനക്കാർക്കിടയിൽ വലിയ ആശങ്ക പടർത്തിയിട്ടുണ്ട്. സാബു ജേക്കബും റിപ്പോർട്ടർ ടിവിയും തമ്മിൽ കുറച്ചു കാലമായി നിലനിൽക്കുന്ന പരസ്യമായ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ഈ നിയമ നടപടി. കുന്നത്തുനാട്ടിലെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും 2020-ക്കെതിരായ വാർത്തകൾക്കും പിന്നാലെയാണ് ചാനലിന്റെ ലൈസൻസ് നിയമസാധുത സാബു ജേക്കബ് ചോദ്യം ചെയ്തത്. ബിസിനസ് രംഗത്തെ കരുത്തനായ സാബു ജേക്കബിനോട് കളിച്ച മാനേജ്മെന്റ് ഇപ്പോൾ ചാനലിന്റെ ലൈസൻസ് തന്നെ അപകടത്തിലാക്കിയ അവസ്ഥയിലാണ്. കേന്ദ്രം നോട്ടീസ് അയച്ച് വിശദീകരണം തേടുന്നതോടെ ചാനലിന് തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ ഒരവസരം കൂടി ലഭിക്കുമെങ്കിലും സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കിയത് പുനഃസ്ഥാപിച്ചു കിട്ടുക എന്നത് അത്ര എളുപ്പമാകില്ല. ചാനൽ പുതിയ മാനേജ്മെന്റിന് കീഴിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ സാമ്പത്തിക ഇടപാടുകളും ഉടമസ്ഥാവകാശ രേഖകളും കേന്ദ്ര ഏജൻസികൾ വിശദമായി പരിശോധിക്കും. സുരക്ഷാ ക്ലിയറൻസ് പിൻവലിക്കാനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം ചാനലിന്റെ പരസ്യ വരുമാനത്തെയും വിശ്വാസ്യതയെയും ബാധിക്കും എന്നുറപ്പാണ്. നിലവിൽ ചാനലിൽ ജോലി ചെയ്യുന്ന 100 കണക്കിന് ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷയാണ് ഇതിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾക്ക് ജീവനക്കാർ ബലിയാടാകേണ്ടി വരുമോ എന്ന പേടിയും മാധ്യമപ്രവർത്തകർക്ക് ഉള്ളിലുണ്ട്. തുടർച്ചയായ വിവാദങ്ങളും നിയമയുദ്ധങ്ങളും റിപ്പോർട്ടർ ടിവിയെ പ്രതിസന്ധിയിലാക്കുമ്പോൾ കേന്ദ്ര സർക്കാർ എടുക്കാൻ പോകുന്ന അന്തിമ തീരുമാനം കേരളത്തിലെ മാധ്യമരംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. നിയമങ്ങൾ കാറ്റിൽ പറത്തിയും സുതാര്യതയില്ലാതെയും ചാനലുകൾ നടത്തുന്നവർക്കുള്ള മുന്നറിയിപ്പായി ഈ കേസിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു. സാബു ജേക്കബിന്റെ നിയമ പോരാട്ടം റിപ്പോർട്ടർ ടിവിയെ സംപ്രേഷണം നിലയ്ക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്.